ഇവിടെ കണ്ണു തുറക്കാൻ. വെള്ളം ഒഴിക്കുമ്പോ എല്ലാം പോകും. ആ ഇങ്ങോട്ട് നോക്ക. ആ നീ എഴുന്നേക്കെ. അടി വെച്ച പാളി കൂടെ കൂടി പോകുന്നു. ആ നല്ല അങ്ങോട്ട് തേക്കേ. അയ്യോ അരി ബന്ധു. ആ തല തോർത്തിട്ട് അവിടെ നിൽക്കാൻ. തല തോർത്തിട്ട് അവിടെ നിൽക്കാനോ പറഞ്ഞു. നമസ്കാരമുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് സ്വീകരിക്കണം. ഗന്ധകശാല പുന്തിലിന്റെ അവില, നല്ല വയനാടൻ ഏത്തയ്ക്ക. എന്തിനാണ് ഇതൊക്കെ? കുഞ്ഞ് നന്ദി പറയാൻ വന്നതാ. നന്ദി പറയാൻ ഏത്തയ്ക്കായും അവിലും വേണോ? നിങ്ങൾ എന്റെ അഭിമാനം രക്ഷിച്ചു. അതിന് നന്ദി പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അടിയോടി വന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ കടമ നിർവഹിച്ചു, അത്ര തന്നെ. അതെ, ഞാൻ പറഞ്ഞിട്ടാ. കുഞ്ഞിന് വല്ല ആപത്തും അവര് വരുത്തി വെച്ചെങ്കിലോ എന്ന് ഭയന്നിട്ടാ. ഞാൻ തെറ്റിദ്ധരിച്ചു. സാരമില്ല. ഇപ്പോഴാണ് വാസുവിനെ ഞങ്ങൾക്ക് മനസ്സിലായത്. എന്നാൽ ഏത്തയ്ക്കും അവലും കൊണ്ടുപോയി. അത് മാത്രം പറയരുത്, കുഞ്ഞു വിഷമിക്കും. മോന് തങ്ങാകത്തുണ്ടെന്ന് വരട്ടെ. അല്ല, എന്താ കുഞ്ഞമ്മി അടിയോടിയും പതിവില്ലാതെ ഇങ്ങോട്ട്? വെറുതെ കൊയ്ത്ത കഴിഞ്ഞല്ലേ കുറച്ച് അവലും കൊണ്ടുവന്നത്. കമ്പ് മാറ്റി പിടിച്ചോളൂ. അല്ല, എന്താണിതൊക്കെ? കാഴ്ചയും കൊണ്ട് വന്നതാണ്. വരൂ, നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. അപ്പൂന് ഈ ചേച്ചി ഇഷ്ടമാണോ? ഇപ്പൊ ഇഷ്ടമാണോ? ആദ്യമോ? ആദ്യം ഇഷ്ടമല്ല. അതെന്താ? എന്റെ അച്ഛനോട് വഴക്കൂടിയില്ലേ? അച്ഛന് ചേച്ചിയോട് ഇഷ്ടമാണോ? ഞാൻ ചോദിച്ചിട്ട് പറയാം. അയ്യോ, ചോദിക്കില്ലേ. എന്താ ചോദിച്ചാ ചേച്ചിയോട് ചണ്ടയ്ക്ക് വരും. ഞാൻ പറയാ ഈ ചേച്ചി നല്ല ചേച്ചിയാണെന്ന്. മിടുക്കൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മോന്റെ അമ്മയുടെ? ക്ഷണിക്കൂ, പറഞ്ഞ കേക്കില്ല. ഒരോട്ടം. സാരമില്ല മോനെ. അപ്പോ എന്തിനാ കരയുന്നേ? എന്ത് പറ്റി? എന്തിനാ കരയുന്നേ? കരയാതപ്പോ. എനിക്കെന്റെ അമ്മയെ കാണണം. അമ്മയെ ഞാൻ കാണിച്ചു തരാം. ഇതാ അപ്പൂന്റെ അമ്മ. എവിടെ? ഞാൻ തന്നെ. നിങ്ങളല്ലേ എന്റെ അമ്മ? അപ്പൂന് എന്നെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? അതെ. എന്നാ ഞാൻ അപ്പൂന്റെ അമ്മയെ കൂടെ? നിങ്ങൾ കള്ളം പറയോ? അല്ല, സത്യം. അച്ഛാ, അച്ഛാ, അച്ഛാ. എന്താടാ മോനെ? അച്ഛാ, അച്ഛാ, എനിക്കൊരു അമ്മയെ കിട്ടിയല്ലോ. നിനക്ക് അമ്മയെ കിട്ടിയോ? അതെ, നളിനി ചേച്ചി പറഞ്ഞു ചേച്ചി എന്റെ അമ്മയാവുന്നു. എന്താ അച്ഛാ? നളിനി ചേച്ചി എന്റെ അമ്മ ആയിക്കോട്ടെ. ബുദ്ധി ഉറക്കാത്ത കുഞ്ഞിനോട് ഓരോന്ന് പറഞ്ഞ് വശീകരിക്കാൻ ശ്രമിക്കുകയാണ്. അല്ല, നിങ്ങളുടെ കുഞ്ഞിനൊരു അമ്മ വേണം. എനിക്ക് ഒരാൺതുണയും. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോയി. അങ്ങനെ ചിന്തിക്കണ്ട, സാധ്യമല്ല. കാരണം? എന്നെ വിസ്തരിക്കുകയാണോ? അല്ല, കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണ്. ഒരു വിവാഹവും കഴിച്ച് മധുവിധു ആഘോഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ അപേക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഈ ജന്മത്തിൽ ഇനി ഉണ്ടാവുകയില്ല.
എന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ തുരത്താൻ ശ്രമിക്കുന്ന കുറെ പേരുണ്ട് ഇവിടെ. ഈ നാട് ഭരിക്കുന്നത് അവരൊക്കെയാണ്. അവരുടെ മുമ്പിൽ എനിക്ക് ജീവിച്ചു കാണിക്കണം. നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയായിക്കൊണ്ട് എനിക്ക് അതിനുള്ള സുരക്ഷിതത്വം നൽകാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തോ നിങ്ങളോട് എനിക്കെല്ലാം തുറന്നു പറയണമെന്ന് തോന്നി. അതിനു കൂടിയാണ് ഞാൻ വന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മയും മരിച്ചു. പിന്നീട് ഞാൻ പഠിച്ചതും വളർന്നതും ഇളയച്ചന്റെ സംരക്ഷണത്തിലായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, രാജു. അതെ അതെ, അതിന് വകുപ്പുണ്ട്. ഇതാണ് എന്റെ ഇളയച്ചൻ. ഇവിടെ പുതുതായി ചാർജ് എടുത്ത SI രാജഗോപാൽ. എന്റെ കോളേജ് മേറ്റ് ആയിരുന്നു. ഇരിക്കൂ. പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതുവരെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നളിനി പറഞ്ഞപ്പോ നേരിട്ട് വന്ന് കാണാമെന്ന് കരുതിയത്. നമസ്കാരം. ജോലിയിൽ പ്രവേശിച്ചിട്ട് മാസം 1 ഉള്ളൂ. പേരെടുത്ത് കളഞ്ഞു. പുലിക്കുട്ടി എന്നാ നാട്ടുകാരെ വിളിക്കുന്നത്. എക്സ്ക്യൂസ് മീ. ഇത് മിസ്റ്റർ കൊച്ചനിയൻ. ഈ നാട്ടിലെ ഏറ്റവും വലിയ ധനികനും പ്രമാണിയൊക്കെയാണ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും. കൊച്ചനേൻ മുതലാളുടെ പേര് കേട്ടാൽ നാട്ടുകാർക്കൊക്കെ ഭയങ്കര പേടിയാ. സിംഹം എന്നാണ് നാട്ടുകാരിട്ടിരിക്കുന്ന പേര്. കാട്ടുപ്രദേശമായതുകൊണ്ടാ ഇവിടെ എല്ലാവർക്കും ഓമന പേരിടുന്നത് മൃഗങ്ങളുടെ പേരാ. പുലിക്കുട്ടി, സിംഹം, ആന. അതെ അതെ, ഇയാൾക്കൊണ്ടൊരു മൃഗത്തിന്റെ ഓമന പേര് കഴുതാന്ന്. ഇരിക്കൂ. മോളുടെ കൂടെ പഠിച്ചതാണെന്ന് പറഞ്ഞു, കാണാമെന്ന് കരുതി. അമ്മ ഇങ്ങോട്ട് ഇരുന്നാട്ടെ. കഴിക്കൂ. ഇവരൊക്കെ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. എവിടെയാ നാട്? ബാലുശ്ശേരി. ഈ പോലീസുകാരുടെ പണി മഹാ ദുർഘടം പിടിച്ചതാ അല്ലേ ശ്രീധര? അതെ അതെ, ഭയങ്കര ദുർഘടം പിടിച്ച പണിയാ. മിസ്റ്റർ രാജഗോപാൽ ഇതിനു മുൻപ് എവിടെയായിരുന്നു? ആദ്യത്തെ പോസ്റ്റിംഗ് ആണ് ഇവിടേക്ക്. അപ്പൊ ജോലിയുമായി ഒന്ന് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതെ. ഈ നാട് മഹാമോശമാണ്. മനുഷ്യരൊരു തരം വിവരമില്ലാത്തവരാണ്. സൂക്ഷിക്കണം. അല്പം ജോലി തിരക്കുണ്ട്, ഞാൻ ഇറങ്ങട്ടെ. സമയം കിട്ടുമ്പോഴൊക്കെ വരണം. വി വിൽ ഹാവ് എ ഗുഡ് കമ്പനി. നല്ലേ, ഡ്രൈവറോട് ഡ്രോപ്പ് ചെയ്യാൻ പറയൂ. നല്ല പയ്യൻ. അതെ അതെ. എന്താണിത്? ഇളയച്ചൻ എന്നോട് ദേഷ്യപ്പെടരുത്. ഞാനും രാജുവും തമ്മിൽ കോളേജിൽ വെച്ചുള്ള അടുപ്പമാണ്. അല്പം അവിവേകമാണ് നീ കാണിച്ചത്. ഈ നാട്ടിലെ ഏറ്റവും സമ്പന്നമായ ഒരു കുടുംബത്തിലേക്ക് വേണം നിന്നെ പറഞ്ഞയക്കാനെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ നീ ഇപ്പോൾ... രാജുവിന്റെ മനസ്സ് സ്നേഹം കൊണ്ട് സമ്പന്നമാണ്, അതെനിക്കറിയാം. ഞാൻ എതിർക്കുന്നില്ല. നിനക്ക് 5 വയസ്സുണ്ടായിരുന്നപ്പോൾ നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് എന്റെ ചേട്ടൻ മരിച്ചത്. നിന്റെ സന്തോഷത്തിന് ഞാൻ എതിര് നിന്നുകൂടാ. എന്റെ മോനെ, സമ്പത്തൊന്നുമല്ല കാര്യം, ആണിന്റെയും പെണ്ണിന്റെയും ഇഷ്ടമാ. നാളെ തന്നെ നീ അവന്റെ രക്ഷിതാക്കളെ പോയി കണ്ട് കല്യാണം ഉറപ്പിക്കും. ഇവളെ ഒരു നല്ല വഴിക്ക് പറഞ്ഞയച്ചാ പിന്നെ എനിക്ക് സമാധാനമായി കണ്ണടയ്ക്കാം. എന്താണ് നീയൊക്കെ വലിയ റൗഡിയാണെന്നാണോ ഭാവം? ഇന്നത്തോടെ ഞാനത് അവസാനിപ്പിക്കും. റാസ്കൽ, നിന്നോട് എത്ര തവണ പറയടാ കള്ളച്ചാരെ മാറ്റരുതെന്ന്? തന്റെ ഒരു പണം വെച്ച് ചീട്ടുകളി. എടീ, മര്യാദയ്ക്ക് വല്ല ജോലിയും ചെയ്ത് ജീവിച്ചോ, അല്ലെങ്കിൽ നിന്നെ തറവാട്ടി കൊണ്ടാക്കും. ആദ്യമൊക്കെ ഇങ്ങനെയാ എല്ലാവരും. പിന്നെ സ്ഥിരതാമസം പൊന്നമ്മയുടെ വീട്ടിലും. എന്താടാ പറഞ്ഞത്? ഇനി എന്റെ ശരീരത്തിൽ തൊട്ട് കളിക്കരുത്.
തൊട്ടാൽ എന്ത് ചെയ്യൂടാ? 1538. Sir. എല്ലാത്തിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യും. നല്ല അപ്പുറത്ത് പോയിരിക്കും, ഞാൻ വരുന്നു. ഇവരെല്ലാം എത്രത്തോളം വളർത്തിയത് നിങ്ങളാണ്. ഇവരോടൊക്കെ കൈക്കൂലി വാങ്ങിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? എന്റെ ശരീരം കണ്ടാൽ അറിഞ്ഞൂടെ സാർ, ഞാൻ കൈക്കൂലി വാങ്ങിക്കില്ല എന്ന്. ഞാനും വാങ്ങിച്ചിരുന്നെങ്കിൽ ഇവന്മാരെ പോലെ തടിച്ചു വീർത്തേനെ. ആ താൻ ഈ കടലാസുകൾ കണ്ടോ? ഇതെല്ലാം നാട്ടുകാരുടെ പരാതികളാണ് ഈ പോലീസ് സ്റ്റേഷനെ പറ്റി. ഇത് എന്റെ ഭാര്യയുടെ പരാതി. തന്റെ കടപ്പ പൊന്നമ്മയുടെ വീട്ടിലാണെന്ന്. കിട്ടുന്ന ശമ്പളം കൊണ്ട് തികയാഞ്ഞിട്ടാണ് സാർ. പൊന്നുമേരെ വീട്ടിൽ പോയി കിടക്കുന്നതോ? നിങ്ങളെക്കാൾ ചുരുങ്ങിയ ശമ്പളം പറ്റുന്ന എത്രയോ ഉദ്യോഗസ്ഥന്മാരോട് മാനമായി ജീവിക്കുന്നില്ലേ? നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? ഒരു കാര്യം, വേലി തന്നെ വിളവ് തിന്നാൻ ഞാൻ അനുവദിക്കുകയില്ല. ഈ നാട്ടുകാർ മഹാമോശമാണ് സാർ. നാട്ടുകാർ മാത്രമല്ല, ഈ പോലീസ് സ്റ്റേഷനും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ചാർജ് എടുത്തത്. ആരിണങ്ങിയാലും പിണങ്ങിയാലും ശരി, ഞാനിവിടെ ചിലതൊക്കെ ചെയ്യും. കർത്തവ്യബോധമുള്ള കാക്കിയുടുപ്പുകാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊത്ത് സഹകരിക്കാം. ഞാനുണ്ട് സാർ. ഞങ്ങളുമുണ്ട് സാർ. എത്ര നേരമാണ് എന്നെ പോലീസ് സ്റ്റേഷനിൽ കാത്തു നിർത്തിയത്? എന്നെ കണ്ട ഭാവമേ ഇല്ല. ഇങ്ങനെയുണ്ടൊരു ഉദ്യോഗം? വെരി സോറി, ഡ്യൂട്ടി സമയത്ത് എനിക്ക് റൊമാൻസ് വരില്ല. എന്തിനാണ് അവരെയൊക്കെ പിടിച്ചോണ്ട് വന്നിങ്ങനെ ഉപദ്രവിക്കുന്നത്? അവരൊക്കെ ഏതാ പുള്ളികളെന്ന് നിനക്കറിയാമോ? മഹാ കച്ചറകളാ. നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നാട് മുടിക്കും. അവരൊക്കെ ഇനി ശത്രുക്കളായി മാറില്ലേ? കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിലേ ജീവിതത്തിനൊരു പിരിമുറുക്കം കിട്ടൂ. കോളേജിൽ തന്നെ നമ്മുടെ പ്രേമത്തിന് എത്ര ശത്രുക്കൾ ഉണ്ടായിരുന്നു. വെറുതെ അല്ല നാട്ടുകാർ പുലിക്കുട്ടിന്ന് പേരിട്ടത്. അവരൊക്കെ വരട്ടുമ്പോ രാജുവിന്റെ മുഖം കണ്ട് ഞാൻ തന്നെ അങ്ങ് പേടിച്ചു പോയി. പകുതി അഭിനയമാണ് കേട്ടോ. കോളേജ് നാടകങ്ങളിലൊക്കെ വില ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു മെച്ചം കിട്ടി. കള്ളൻ. ഞാനിപ്പോ ഓടി വന്ന എന്തിനാന്നറിയോ? പറഞ്ഞില്ലല്ലോ. ഇളയച്ചൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചു. അയാൾ ബുദ്ധിമാനാണ്. അതെന്താ? എന്നേക്കാൾ മിടുക്കനായ ഒരു ചെറുക്കനെ നളിനിക്ക് കിട്ടാൻ പ്രയാസമാണെന്ന് ഇളയച്ചൻ അറിയാം. അപ്പോഴേക്കും സെൽഫ് ബൂസ്റ്റിംഗ് തുടങ്ങി. ശരിയാ, പുലിക്കുട്ടിക്കല്ലേ പിടിച്ചു കൊടുക്കുന്നത്. ഒരല്പം ജോലി തിരക്കുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിലറിയിച്ച് പെണ്ണ് കാണാൻ വരും. പിന്നെ കല്യാണം. കല്യാണം കഴിഞ്ഞാ ഈ ജോലി ഉപേക്ഷിച്ചൂടെ? എന്തിന്? ആണുങ്ങൾക്ക് പറഞ്ഞ ജോലി ഇതൊക്കെയാണ്. ആ കയറ്. നീ ഇതിനകത്ത് കയറിയിരുന്ന് എന്ത് ചെയ്യായിരുന്നു? ഒരു പുലിക്കുട്ടിയും മാൻകുട്ടിയും തമ്മിലുള്ള പ്രേമം ഒളിച്ചിരുന്ന് കാണുകയായിരുന്നു. കൊള്ളാമല്ലോ എന്റെ കൂട്ടുകാരി. ഞാൻ പോയേക്കാം. കട്ടറും പാകുന്നില്ല. വേണ്ട വേണ്ട, നീ അവിടെ തന്നെ ഇരുന്നു.